ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദുമാരെ, കുളിക്കുന്ന മഹല്ല് നിവാസികളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500-ാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ മനുഷ്യാവകാശങ്ങളെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് തൗഫീഖ് തന്ന അല്ലാഹു തആലയെ ഞാൻ സ്തുതിക്കുന്നു. സ്വീഡിഷ് മനുഷ്യാവകാശ പ്രവർത്തക ഗ്രേറ്റ് തുംബർഗും സംഘവും കരയുടെ 200 മീറ്ററിപ്പുറം കൊടും ഭീകരതയുടെ മത്ത പിടിച്ച കരങ്ങളാൽ തടയപ്പെട്ടുവെങ്കിൽ ഒരിറ്റ് വെള്ളത്തിനായി റൊട്ടിക്കഷ്ണത്തിനായി വാവിട്ട് കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീർ വറ്റിയ ശബ്ദമടിഞ്ഞ 10,000-കണക്കിന് കുഞ്ഞുദേഹങ്ങൾ രക്തത്തിന്റെ ഗന്ധം മാത്രം വമിക്കുന്ന ഫലസ്തീനിലെ ഗസയിൽ ഒരാണ്ടിലേറെ കാലവും കലങ്ങി അതിനീചമായ ക്രൂരതകളിൽ വെന്തുരുകി കഴിയുന്നുവെങ്കിൽ മനുഷ്യ മൂല്യങ്ങളുടെ കടക്കൽ ആരാണ് കത്തിവെച്ചത്? യഥാർത്ഥത്തിൽ നമ്മുടെ മരണം വരെ നിലനിൽക്കുന്ന ഈ അവകാശങ്ങളോടെയാണ് നാം ജനിക്കുന്നത്. ആരെയെങ്കിലും ഉപദ്രവിക്കാനോ ലംഘിക്കാനോ ആഗ്രഹിക്കുന്നവരിൽ നിന്നും സംരക്ഷിക്കുക എന്നതാണ് ഈ അവകാശങ്ങൾ രൂപപ്പെടുത്തുന്നതിന്റെ പ്രധാന കാരണം. രണ്ടാം ലോക മഹായുദ്ധ സമയത്തുണ്ടായ വൻതോതിലുള്ള ജീവഹാനിക്ക് ശേഷം 1948 ഡിസംബർ 10-ന് ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചു. അതുകൊണ്ട് തന്നെ ഡിസംബർ 10-ന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നു. എന്നാൽ അമേരിക്കയിലെ ജോർജ് ഫ്ലോയ്ഡ്, അതുപോലെ തന്നെ പലപ്പോഴും കണ്ണടക്കുന്ന ചൈനയിലെ ഉഴുഗൂർ മുസ്ലിങ്ങളുള്ള പരാക്രമണങ്ങൾ അടക്കമുള്ള സംഭവങ്ങൾ വർണ്ണത്തിന്റെയും വംശത്തിന്റെയും പേരിൽ ക്രൂശിക്കപ്പെട്ടിട്ടുള്ള ഉദാഹരണങ്ങളിൽ ചിലത് മാത്രമാണ്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ മണിപ്പൂരിലെ നടുറോഡിൽ നേടുന്ന കാമഭ്രാന്തന്മാരുടെ അഴിഞ്ഞാട്ടവും മറ്റു ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള തുടർന്നു കൊണ്ടിരിക്കുന്ന കൊലവിളികളും ബുൾഡോസർ രാജുകളും മൃഗതുല്യമായ മനുഷ്യജന്മങ്ങളുടെ പ്രവർത്തികളാണെന്ന് മാത്രം നമുക്ക് സമാധാനിക്കാം. ഇവിടെയെല്ലാം കൃത്യമായ നിലപാടുകളുണ്ട് ഇസ്ലാമിന്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഓരോ ആശയങ്ങൾ തീർത്തും മനുഷ്യാവകാശ മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്നതാണ്. മനുഷ്യരെല്ലാം ആദം നബി അലൈഹിസ്സലാമിന്റെ സന്തതികളാണ്. ആദം നബി അലൈഹിസ്സലാം മണ്ണിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന ഹദീസ് ലിംഗനീതിയെ വ്യക്തമായി അവതരിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിൽ മൂല്യങ്ങൾ മുറുകെ പിടിച്ച് മൗലികാവകാശങ്ങൾക്കും നമുക്ക് മനുഷ്യർക്കും കവചമൊരുക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. വാഹിദ് ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.